അങ്ങനെ ആശ്രാമത്ത് നമ്മൾ എക്സിബിഷൻ നടക്കുന്നിടത്ത് പുതിയ ലോഡ് സാധനം വന്നിട്ടുണ്ട്. നല്ല സുന്ദരമായ ബൊഗെയിൻവില്ല വലിയ പ്ലാന്റ്, അതേപോലെ തന്നെ കുറച്ച് ചെറിയ പ്ലാന്റ് കൊണ്ടുവരുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ലോഡ് ചെടി ഇപ്പം കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആശ്രാമം മൈതാനത്ത് നമ്മൾ സ്ഥിരമായിട്ടിരുന്ന അതേ സ്ഥലത്ത് നമ്മൾ കുറച്ച് പ്ലാന്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ബാക്കിയുള്ള വരും ദിവസങ്ങളിൽ എന്തൊക്കെ സാധനമാണ് വരുന്നത് എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇടാം. അന്നേരം ഒരുപാട് സാധനങ്ങളായിട്ട് വീണ്ടും നമ്മൾ ആശ്രാമം മൈതാനത്ത് നമ്മൾ എക്സിബിഷൻ നടക്കുന്ന ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റുകളൊക്കെ കാണാം. അതേപോലെ ബാക്കിയുള്ള ലോഡുകളൊക്കെ ചുവടെ വന്നുകൊണ്ടിരിക്കുന്നു. അന്നേരം മറക്കണ്ട, നമ്മളെ വീഡിയോ ഗീവ് അവേ ഈ വരുന്ന ആഴ്ച, അതായത് ഞായറാഴ്ച ദിവസം നമുക്ക് എന്തൊക്കെയാണ് പ്ലാന്റ് കൊടുക്കുന്നതെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. 5 പേർക്ക് ചട്ടിയിലുള്ള ബൊഗെയിൻവില്ല തന്നെയായാലും 5 പേർക്ക് ചട്ടിയിലുള്ള ബൊഗെയിൻവില്ല നമ്മൾ സമ്മാനമായിട്ട് കൊടുക്കുന്നതാണ്. അതായത് നിങ്ങൾ ചെയ്യേണ്ട എത്ര മാത്രം, ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, ഒരു കമൻ്റ് ഇടുക. മാത്രമല്ല ഇൻസ്റ്റഗ്രാം പേജിൽ നമ്മളെ കുമാർ നേഴ്സറി കൊല്ലം ഒരു പേജുണ്ട്, അതൊന്ന് ഫോളോ ചെയ്യുക. മാക്സിമം നിങ്ങളെ കൂട്ടുകാരിലേക്ക് എത്താനായിട്ട് ഒന്ന് ഷെയർ ചെയ്യുക. ഇത്രയും ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുന്ന 5 പേർക്ക് നമ്മൾ ബൊഗെയിൻവില്ല പ്ലാന്റ് കൊടുക്കുന്നതാണ്. അതാണ്ട് ഇപ്പം കൊണ്ടുവന്ന് വെച്ചേക്കുന്ന ഒരു ലോഡ് ചെടി ഇതാണ്ട് കണ്ടില്ലേ, അട്ടിയിട്ട് വന്നേക്കുന്നത് നിങ്ങൾക്ക് കാണാം. എല്ലാം സെറ്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് നിക്കോഡിയ പ്ലാന്റ് ഇപ്രാവശ്യം വന്നേക്കുന്നത് നല്ല സുന്ദരമായ ഒരു ലോഡ് നിക്കോഡിയ പ്ലാന്റ്, നെല്ലി, നല്ല ഹെൽത്തി ആയിട്ടുള്ള ചക്ക നെല്ലി പ്ലാന്റ്, അതേപോലെ തന്നെ മാവ്, പ്ലാവ്, അതേപോലെ തന്നെ ശീമപ്ലാവ്, മുന്തിരി, അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ ആയിട്ടാണ് നമ്മളിപ്പം വന്നേക്കുന്നത്. നല്ല കിണ്ണം കാച്ചിയ വെറൈറ്റി പ്ലാന്റ്, കിടുക്കാച്ചി പ്ലാന്റ്. നമ്മൾ പ്രത്യേകം പറയാം, ചുമ്മാ തള്ളു. ഒരുപാട് പേര് പറയുന്നുണ്ടാവും ഒരു രക്ഷയില്ലാത്ത തള്ളുന്നതെന്ന്. പക്ഷേ നമ്മൾ വിടത്തില്ല. നല്ല കിടിലം പ്ലാന്റ് കൊണ്ടുവച്ചിട്ട് തള്ളാൻ പറ്റുന്നേ തള്ളിക്കോ എന്ന് പറയുന്ന അതേ സ്റ്റേജിലാണ് നമ്മളിപ്പോൾ മുമ്പോട്ട് പോകുന്നത്. നല്ല സുന്ദരമായ പ്ലാന്റ് ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ ഇവിടെ വന്ന് നേരിട്ട് കാണാം, വാങ്ങാം. ഓക്കെ, മറക്കണ്ട, ഇത് കൊല്ലത്ത് ആശ്രാമം മൈതാനത്താണ് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. നമ്മൾ രണ്ടാംകുറ്റി നഴ്സറിയിൽ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, ഒരുപാട് സാധനങ്ങൾ. അതേപോലെ ആന്തൂറി ആവട്ടെ, അതേപോലെ തന്നെ ഓർക്കിഡ് പ്ലാന്റ്, അതേപോലെ തന്നെ CC പ്ലാന്റിൻ്റെ ബ്ലാക്ക് വെറൈറ്റി CC പ്ലാന്റ്, ബുഷ് പെപ്പർ, അതേപോലെ തന്നെ തെങ്ങന്തൈ, മാന്തൈ, മൾബറി പ്ലാന്റ്, അതേപോലെ തന്നെ ശീമനെല്ലിക്ക, അരിനെല്ലിക്ക, അതേപോലെ പേര, വിവിധ വെറൈറ്റി പേര, ഓറഞ്ച്, ചൈനീസ് ഓറഞ്ച്, അങ്ങനെയുള്ള ഒരുപാട് ലൗലോലിക്ക മുതൽ പല സാധനങ്ങൾ, അനാർ, അതായത് എന്താ പറയുക, പോം ഗ്രാനൈറ്റ്, അങ്ങനെയുള്ള ഊതുമരത്തിൻ്റെ തൈ, അങ്ങനെ ഒരുപാട് പ്ലാന്റുകളൊക്കെ ആയിട്ട് വീണ്ടും നമ്മൾ താണ്ടെ ആശ്രാമം മൈതാനത്ത് എത്തിയിട്ടുണ്ട്. ആവശ്യമുള്ള പ്ലാന്റുകൾ ഇവിടെ വന്ന് കാണാം. ജനുവരി 11 തീയതി വൈകുന്നേരം എടുക്കുന്ന വീഡിയോ ആണിത്. നിങ്ങളിവിടെ സെറ്റിങ് നടക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, എല്ലാം നമുക്കും അറിയാം. അന്നേരം മാക്സിമം ആളുകളിലേക്ക് എത്താനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ വരുന്ന സമയത്ത്, കൊല്ലത്തോട്ട് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ആശ്രാമ മൈതാനത്ത് നമ്മളുടെ എക്സിബിഷൻ ദാണ്ടെ വീണ്ടും സ്റ്റാർട്ട്. ഓക്കെ, തിരശീല വീണ് ഇരുന്ന ആശ്രാമം മൈതാനത്തിന് വീണ്ടും ഒരു പൂക്കളുടെ ഉത്സവം പ്രതീതി നിറവേറ്റാനായിട്ട് നമ്മൾ വീണ്ടും താണ്ടെ ആശ്രാമം മൈതാനത്തേക്ക് കുറേ പ്ലാന്റുകൾ, അതേപോലെ തന്നെ ആന്തൂറിയം പ്ലാന്റ് കഴിഞ്ഞ ട്രിപ്പ് കിട്ടിയില്ല. ബ്ലാക്ക് CC പ്ലാന്റ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്ലാക്ക് CC പ്ലാന്റ്, ബൊഗെയിൻവില്ലയുടെ തൈയൊക്കെ വന്നുകൊണ്ടിരിക്കുക കേട്ടോ, ഒരു രക്ഷയില്ല. ഇപ്രാവശ്യം ബൊഗെയിൻവില്ല മയമായിരിക്കും, നോക്കിയോ. അടിപൊളിയായിട്ടുള്ള കുറേ ബൊഗെയിൻവില്ല വലിയ പ്ലാന്റ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ചെറിയ പ്ലാന്റ് വരാനുണ്ട്. അരളിത്തൈ വന്നിട്ടുണ്ട്, മുല്ലത്തൈ വന്നിട്ടുണ്ട്, പിച്ചിത്തൈ വന്നിട്ടുണ്ട്, അതേപോലെ ഭദ്രകാളി തെറ്റി വന്നിട്ടുണ്ട്. അതേപോലെ പിന്നെ ഏറ്റവും സ്പെഷ്യലായിട്ട് നമ്മൾ എടുത്തു പറയേണ്ടത് എന്തൊക്കെയാ, നമുക്ക് റോസ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കുറേ റോസ് ഇരിപ്പുണ്ട്, സമ്മർ സ്നോ റോസ് ഇരിപ്പുണ്ട്, റെഡ് പിനാക്ക ചട്ടിയുള്ള റോസ് ഇരിപ്പുണ്ട്, 100 കണക്കിന് പൂ പിടിക്കുന്ന ബട്ടൺ റോസ് ഇരിപ്പുണ്ട്. ബട്ടൺ റോസിൻ്റെ പ്ലാന്റാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്ലാന്റ്. അതേപോലെയുള്ള പ്ലാന്റുകളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചട്ടിയിലുള്ള പ്ലാന്റ് കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള വലിയ ലോഡുകളൊക്കെ വരാനായിട്ട് കിടപ്പുണ്ട്. അതേപോലെ മറക്കണ്ട, നമ്മളെ പാരിപ്പള്ളിയിൽ നമ്മളെ എന്താ പറയുക, പുതിയ നഴ്സറി, അത് 18 തീയതി രാവിലെ 10:30 മണിക്ക് ഉദ്ഘാടനമാണ്. നിങ്ങളെല്ലാവരും പരമാവധി വരാൻ പറ്റുന്നവർ വരിക, കാണാം, എല്ലാം കണ്ട് മനസ്സ് തൃപ്തിയായിട്ട് പാരിപ്പള്ളിയിൽ നിന്ന് പോകാം. രേവതി സിനിമാക്സിൻ്റെ അടുത്തുനിന്ന് 80 മീറ്റർ, വെറും 80 മീറ്റർ രേവതി സിനിമാക്സ്. അറിയാലോ, നമുക്ക് കേരളത്തിലെ ഏറ്റവും വലിയ തിയേറ്റർ രേവതി സിനിമാക്സ്. ഇതുവരെ ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും വലിയ തിയേറ്റർ എന്നറിയപ്പെടുന്ന രേവതി സിനിമാക്സ് കേരളത്തിൽ. ഓക്കെ, അന്നേരം അതിൻ്റെ അടുത്ത് 80 മീറ്റർ മാത്രം ഉള്ള നമ്മളെ പുരയിടത്തിലേക്ക്, അല്ലെങ്കിൽ നമ്മളെ സ്വർഗത്തിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അത് ഈ വരുന്ന വ്യാഴാഴ്ച, ഇനി വരാൻ പോകുന്ന വ്യാഴാഴ്ച 18 തീയതി രാവിലെ 10:30 മണിക്ക് അതിൻ്റെ ഇനാഗ്രേഷൻ നടക്കും. അന്നേരം ആവശ്യമുള്ള ഒരുപാട് പ്ലാന്റുകൾ അവിടെ ഞങ്ങൾ കരുതുന്നുണ്ട്. പിന്നെ അറിയാമല്ലോ, നമ്മളൊന്നുമില്ലായ്മയിൽ നിന്നും ആണ് ഇത്രയും പേരായത്. ഇനി നിങ്ങളുടെ ഒരു സഹകരണവും അതേപോലെ തന്നെ നിങ്ങളുടെ മനസ്സും എല്ലാം നമ്മുടെ കൂടെ, നിങ്ങളുടെ പ്രാർത്ഥനയും ഉണ്ടാവണം. അതേപോലെ തന്നെ അതാണ്ട് ഇത് ആശ്രമം മൈതാനം
ഇപ്പം കലോത്സവം നടന്ന അതേ പുരയിടത്തിൽ അതിൻ്റെ ഒരു സൈഡിലായിട്ട് AVK ഓഡിറ്റോറിയത്തിൻ്റെ അടുത്ത് അല്ലെങ്കിൽ യൂണിസിൻ്റെ ഓഡിറ്റോറിയത്തിൻ്റെ തൊട്ട് സൈഡിൽ യൂണിസ് കൺവെൻഷൻ സെൻറ്ററിൻ്റെ സൈഡിലായിട്ട് നമ്മളെ നഴ്സറി പ്രവർത്തനം ആരംഭിക്കുകയാണ്. ഇന്ന് 11-ാം തീയതി ലോഡുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അന്നേരം എല്ലാവരെയും ഹാർദവമായ സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരെയും പ്രാർത്ഥന ഉണ്ടാവണം. അതേപോലെ ഇത് കൂട്ടുകാരിലേക്ക് എത്താനായിട്ട് മാക്സിമം ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ എന്താ പറയുന്ന വരണം. ഓക്കെ, അന്നേരം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി. അന്നേരം ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മളെ ഉദ്ഘാടനമുണ്ട്. അതേപോലെ ഗീവ് അവേ മറക്കണ്ട. നിങ്ങളെ കൂട്ടുകാരിലേക്ക് എത്താനായിട്ട് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. ഓക്കെ.